ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം NMMS പരീക്ഷയെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിരുന്നു അല്ലേ? അപ്പോൾ ഈ വർഷത്തെ NMMS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. എന്നാണ് എക്സാമിനേഷൻ വരുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എന്താണ് അപേക്ഷാ സമർപ്പണ തീയതിയാണ് പറയാൻ പോകുന്നത്. എന്നാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, 13/10/2025, അതായത് ഏതാണ് ഒക്ടോബർ മാസം 13-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. 13 മുതൽ 27 വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം? നിങ്ങൾ NMMS എക്സാമിനേഷൻ എഴുതാനായിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ളതൊന്ന് ആദ്യം പരിശോധിക്കുക. ഓക്കെ, 3.5 ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം. അതുപോലെ നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ 55% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും NMMS എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? NMMS എക്സാമിനേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഡേറ്റ് ഞാൻ പറഞ്ഞു. എന്താണ് 13/10/2025 മുതൽ 27/10/2025 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ 27-ാം തീയതി വരെ ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. കാരണം സൈറ്റ് വളരെ റഷ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഡേറ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഈ പറഞ്ഞ NMMS ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. അത് നിങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങൾ കൊടുത്താൽ മതിയാവും. ഓക്കെ, യെസ്. അപ്പോൾ ഡേറ്റ് കിട്ടിയാലോ ആപ്ലിക്കേഷന്റെ? യെസ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്നാണ് എക്സാമിനേഷൻ വരുന്നത് എന്നുള്ള കാര്യമാണ് അല്ലെ. ഡിസംബറിലാണ് എക്സാമിനേഷൻ വരുന്നത്. 30/12/2025 രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് എക്സാമിനേഷൻ നടത്താൻ പോകുന്നത്. രാവിലെ മെന്റലബിലിറ്റി ആണ് 10 മണി മുതൽ 11:30 വരെ. ഓക്കെ, യെസ്. ഇനി അതുപോലെ PWD വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ പറഞ്ഞ 10 മണി മുതൽ 12 മണി വരെ അവർക്കൊരു ഹാഫ് ആൻ അവേഴ്സ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ 10 മണി മുതൽ 11:30 വരെയാണ് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അതുപോലെ സാറ്റ് പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണ് സാറ്റ് പരീക്ഷ. അതായത് നിങ്ങൾക്കറിയാം, സോഷ്യൽ, മാത്സ്, അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളുടെ എക്സാമിനേഷനെയാണ് നമ്മൾ സാറ്റ് എന്ന് പറയുക. അത് 1:30 മുതൽ 3 മണി വരെയാണ് അതിന്റെ സമയം. ഓക്കെ, അപ്പൊ 2 പരീക്ഷയും ഒറ്റ ദിവസമാണ്. 30-ാം തീയതിയാണ്, ഡിസംബർ 30-ാം തീയതി. ഓർത്ത് വെച്ചേക്കണം NMMS എഴുതുന്ന വിദ്യാർത്ഥികൾ. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് കൂടുതലും നിങ്ങൾ ചോദിക്കുന്ന കാര്യമായിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത്. അപ്പൊ സർക്കുലറിനകത്ത് കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ച 3.5 ലക്ഷം രൂപയിൽ അധികരിക്കാത്ത ഈ പറഞ്ഞ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ പാരന്റ്സിന്റെ വാർഷിക വരുമാനം 3.5 ലക്ഷത്തിന് താഴെയാണ് എന്ന് കാണിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് എന്ത് വേണം? യെസ്, നിങ്ങളുടെ പക്കൽ വേണം. അതിന്റെ PDF ഫോർമാറ്റ് ആണ് വേണ്ടത്. 100 KB താഴെ ആയിരിക്കണം ആ ഒരു PDF ഫോർമാറ്റ്. സൈസ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. 100 KB താഴെ ആയിരിക്കണം എന്തായിരിക്കുന്നത്? ഈ പറഞ്ഞ PDF ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, യെസ്. അതാണ് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ വേണ്ടത്, എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ, SC ST വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെ എന്ത് വേണം? യെസ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. അവർക്ക് ആ പറഞ്ഞ റിസർവേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എന്ത് വേണം? അവരുടേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ 4-മതായിട്ട് പറയാനുള്ളത് മക്കളെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതിന്റെ സൈസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. യെസ്, 150x200 പിക്സൽ ആണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ പറഞ്ഞ സൈസ് വേണ്ടത്. അത് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി കഴിയുമ്പോൾ ഈ ഒരു സൈസ് പറഞ്ഞാൽ മതി. ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടും. അതുപോലെ അതിന്റെ സൈസ്, അതിന്റെ ആ ഒരു KB എന്ന് പറയുന്നത് 20 KB മുതൽ 30 KB വരെ എന്തായിരിക്കണം? അതിന്റെ സൈസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്താണ് ഇതിന്റെ സൈസ്? 150x200. അതുപോലെ 20 KB മുതൽ 30 KB വരെയാണ് അതിന്റെ സൈസ് വരുന്നത്. ഓക്കെ, യെസ്, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് എന്ത് വേണ്ടത്? യെസ്, നിങ്ങളുടെ പക്കൽ വേണ്ടത്. ഇതെല്ലാവരും റെഡിയാക്കി വെക്കുക. ഞാൻ പറഞ്ഞു 13-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 13 മുതൽ 27-ാം തീയതി വരെയാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഡോക്യുമെന്റ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്.
ഇനി നിങ്ങൾക്ക് വേണ്ട NMMSന്റെ ക്ലാസ്സുകളും അതുപോലെ OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ സ്റ്റാറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ ബുക്സ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് വേണ്ട യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് തന്നെയായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ ചാനലിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.